ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കുറച്ച് റിയൽ ലൈഫ് കോൺവെർസേഷനുകളാണ് നോക്കാൻ പോകുന്നത്. നമ്മളൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ അവിടെ എവിടെയാണ്? അപ്പോൾ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? വേർ ആർ യു നൗ? നീ ഇപ്പോൾ എവിടെയാണ്? വേർ ആർ യു നൗ? അപ്പോൾ ഞാൻ എന്താ പറയുക? ഞാൻ വീട്ടിലാണ് എന്ന് പറയും അല്ലേ? ഞാൻ വീട്ടിലാണ്. ഐ ആം അറ്റ് ഹോം എന്നാണ് ഞാൻ റിപ്ലൈ പറയുക. ഐ ആം അറ്റ് ഹോം. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താ അവിടെ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് ദർ? നീ എന്താണ് അവിടെ ചെയ്യുന്നത്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് ദർ? എന്താണ് അവിടെ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ റിപ്ലൈ പറയുകയാണ്, എന്താണ്? ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുക. ഞാനൊന്നും ചെയ്യുന്നില്ല. ഐ ഡു നത്തിങ്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ വെറുതെ ഇരിക്കുകയാണ് എന്നെങ്ങനെ പറയുക? ഐ ആം സിറ്റിംഗ് ഐഡിൽ. ഐ ആം ജസ്റ്റ് സിറ്റിംഗ് എന്നല്ല, ഐ ആം സിറ്റിംഗ് ഐഡിൽ എന്നാണ് പറയേണ്ടത്. ഐഡിൽ എന്ന് പറഞ്ഞാൽ മടി എന്നർത്ഥം. മടി പിടിച്ച് വെറുതെ ഇരിക്കുകയാണ് എന്നർത്ഥത്തിൽ. ഐ ആം സിറ്റിംഗ് ഐഡിൽ. അപ്പോൾ സുഹൃത്ത് ചോദിക്കുകയാണ്, എന്നാൽ നമുക്കൊരു യാത്ര പോവാം. പുറത്തൊന്ന് പോയി കറങ്ങി വരാം എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ഷാൾ വി ഗോ ഫോർ എൻ ഔട്ടിംഗ്? അപ്പോൾ ഞാൻ അല്പം എക്സൈറ്റഡ് ആയി അല്ലേ? ഞാനല്പം എക്സൈറ്റഡ് ആവും കേൾക്കുമ്പോൾ. ഔട്ടിങ്ങിന് പോകാമെന്ന് പറയല്ലേ? ഐ എം എ ബിറ്റ് എക്സൈറ്റഡ് ആൻഡ് റിപ്ലൈ. ഞാനല്പം എക്സൈറ്റഡ് ആയിട്ടാണ് മറുപടി പറയുന്നത്. ഐ എം എ ബിറ്റ് എക്സൈറ്റഡ്. ഞാനല്പം എക്സൈറ്റഡ് ആയി, ആവേശഭരിതനായി. ആൻഡ് റിപ്ലൈ, മറുപടി പറയുകയാണ്. എന്താണ് മറുപടി പറയുന്നത്? തീർച്ചയായും നമുക്ക് പോവാം എന്ന് പറയും അല്ലേ? തീർച്ചയായും നമുക്ക് പോവാം. യെസ് ഷുവർ വി ക്യാൻ ഗോ. നമുക്ക് പോകാം. യെസ് ഷുവർ വി ക്യാൻ ഗോ. ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ റെഡിയാവാം എന്ന് പറയും. ഐ വിൽ റെഡി വിതിൻ 10 മിനിറ്റ്സ്. അങ്ങനെയൊക്കെ പറഞ്ഞ് റെഡിയായി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയി വരികയാണ്. കറങ്ങി വന്നപ്പോൾ ഉണ്ട് സുഹൃത്തിനൊരു കോൾ. സുഹൃത്ത് ആ കോൾ വിളിച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, എനിക്ക് ഉടനെ തന്നെ ഒരു സ്ഥലത്തെത്തേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. ഐ നീഡ് ടു ഗെറ്റ് എ പ്ലേസ് സൂൺ. നീഡ് എന്ന് പറയുന്നത് നമ്മളൊരു ആവശ്യം, അതിനേക്കാൾ ഉപരി ഒരു അത്യാവശ്യം എന്ന നിലക്കാണ് നീഡ് ഉപയോഗിക്കുന്നത്. ഐ നീഡ് ടു ഗെറ്റ്, എനിക്ക് ആവശ്യമായിട്ട് എത്തണം. എവിടെയാണ്? എ പ്ലേസ് സൂൺ, ഒരു സ്ഥലത്ത് ഉടനെ എത്തേണ്ട ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സുഹൃത്ത് സോറിയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. സോറി ലെറ്റ് മീ ഗോ. ഞാൻ പോട്ടെ. ഇത് ലെറ്റ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക എന്നാണ് അർത്ഥം. അനുവാദം കൊടുക്കുക. അപ്പോൾ ലെറ്റ് ഉപയോഗിച്ച് പെർമിഷനൊക്കെ ചോദിച്ച് പോവാണ്. ലെറ്റ് മീ ഗോ, ഞാൻ പോട്ടെ. അപ്പോൾ നമുക്ക് എന്താണ് തോന്നുക? നമുക്ക് വിഷമം തോന്നും. അപ്പോൾ നമ്മൾ വിഷമിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ ആ ഒരു വിഷമത്തിൽ മറ്റൊരു സുഹൃത്തിനെ കണ്ടപ്പോൾ ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഐ എം സെയിങ് ഇറ്റ് ടു അനദർ ഫ്രണ്ട്. ഞാൻ ഇത് മറ്റൊരു സുഹൃത്തിനോട് പറയുകയാണ്. ഐ എം സെയിങ് ഇറ്റ് ടു അനദർ ഫ്രണ്ട്. അപ്പോൾ അതെങ്ങനെ പറയുക? ഐ എം സെയിങ് ഇറ്റ് ടു അനദർ ഫ്രണ്ട്. ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തിനോട് ഇത് പറയുകയാണ് കാര്യങ്ങളൊക്കെ. ഹി ചീറ്റഡ് മീ. അവൻ എന്നെ ചതിച്ചു. എന്താണ് പറയുന്നത്? അവൻ എന്നെ ചതിച്ചു എന്നാണ് പറയുന്നത്. വൈ ഡിഡ് ഐ സേ സോ? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? വൈ ഡിഡ് ഐ സേ സോ? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? അവൻ എന്നെ പാതി വഴിയിൽ ഇട്ടിട്ട് പോയി അല്ലേ? അവൻ എന്താണ് ചെയ്തത്? വാട്ട് ഡിഡ് ഹി ഡു? അവൻ എന്താണ് ചെയ്തത്? അവൻ എന്നെ പാതി വഴിയിൽ ഇട്ടിട്ട് പോയി. ഹി ഡ്രോപ്പ്ഡ് മീ ഹാഫ് വേ ത്രൂ. പാതി വഴിയിൽ എന്നുള്ളതിന് ഹാഫ് വേ ത്രൂ. ഇട്ടിട്ട് പോയി. ഡ്രോപ്പ്ഡ് മീ, എന്നെ ഇട്ടിട്ട് പോയി. ഹി ഡ്രോപ്പ്ഡ് മീ ഹാഫ് വേ ത്രൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ചീറ്റ് ചെയ്തു എന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നെങ്ങനെ പറയാ? ദാറ്റ്സ് വൈ ഐ സെഡ് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദാറ്റ്സ് വൈ ഐ സെഡ് സോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവനത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അവനത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഐ നെവർ തോട്ട്
he would do that. I never thought, ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല. I never thought he would do that. He would do that. അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ സുഹൃത്ത് എന്നോട് പറയാണ്. അപ്പോൾ സുഹൃത്ത് എന്ത് പറഞ്ഞു? അവൻ വിളിച്ചപ്പോൾ നീ എന്തിനു പോയി? അവൻ വിളിച്ചപ്പോൾ നീ എന്തിനു പോയി? നീ എന്തിനു പോയി? Why did you go? Why did you go? നീ എന്തിനു പോയി? എന്തിനാണ് നീ പോയത്? When he called. അവൻ വിളിച്ചപ്പോൾ. He called. അവൻ വിളിച്ചു. When he called. അവൻ വിളിച്ചപ്പോൾ. അവൻ വിളിച്ചപ്പോൾ നീ എന്തിനു പോയി? Why did you go when he called? Why did you go when he called? നീ പോകരുതായിരുന്നു. അവൻ പറയാണ് നീ പോകരുതായിരുന്നു. നീ പോകരുതായിരുന്നു. അവൻ കുറ്റപ്പെടുത്തുകയാണ്. നീ പോകരുതായിരുന്നു. നീ പോകാൻ പാടില്ലായിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ പറയുക? അത് പറയുന്ന ഒരു പ്രത്യേക സ്ട്രക്ചറുണ്ട്. യു ഷുഡിൻ ഹാവ് ഗോൺ. യു ഷുഡിൻ ഹാവ് ഗോൺ. അതാണ് അതിൻ്റെ സ്ട്രക്ചർ. യു ഷുഡിൻ ഹാവ് ഗോൺ. നീ പോകരുതായിരുന്നു അഥവാ നീ പോകാൻ പാടില്ലായിരുന്നു. യു ഷുഡിൻ ഹാവ് ഗോൺ. യു ഷുഡിൻ ഹാവ് ഗോൺ. നീ പോകണമായിരുന്നു എന്ന് പറയുമ്പോൾ യു ഷുഡ് ഹാവ് ഗോൺ. യു ഷുഡ് ഹാവ് ഗോൺ. ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചിട്ട് പശ്ചാത്തപിക്കുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസേജ് പറയുന്നത്. ഞാൻ സ്വയം പശ്ചാത്തപിക്കുമ്പോഴാകട്ടെ, ഞാൻ സ്വയം പശ്ചാത്തപിക്കുമ്പോൾ എങ്ങനെ പറയാം? ഖേദം പ്രകടിപ്പിക്കുമ്പോൾ ഐ ഷുഡിൻ ഹാവ് ഗോൺ. ഞാൻ പോകരുതായിരുന്നു എന്ന് പറയും അല്ലേ? ഐ ഷുഡിൻ ഹാവ് ഗോൺ. മറ്റൊരാൾ പറയുമ്പോൾ എന്താണ് പറയുക? യു ഷുഡിൻ ഹാവ് ഗോൺ. നീ പോകരുതായിരുന്നു. അല്ലെങ്കിൽ വേറെ അവനോടോ അല്ലെങ്കിൽ അവളോടോ ഒക്കെ പറയുമ്പോഴും എങ്ങനെ പറയും? ഹീ ഷുഡിൻ ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നു. ഷീ ഷുഡിൻ ഹാവ് ഗോൺ. അവൾ പോകരുതായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഐ ആയാലും യു ആയാലും ഹി ആയാലും ഷീ ആയാലും, അപ്പോൾ പ്ലൂരൽ സബ്ജക്റ്റ്, സിംഗുലർ സബ്ജക്റ്റ്, ഈ വ്യത്യാസം എങ്ങനെ വന്നാലും എന്താണ് ഉപയോഗിക്കുക? ഷുഡ് ഹാവ് ആണ്. അവിടെ ഹാസ് ഒരിക്കലും ഉപയോഗിക്കില്ല. ഷുഡ് ഹാവ് സിംഗുലർ പ്ലൂറൽ സബ്ജക്റ്റിനനുസരിച്ചിട്ട് അവിടെ ഹാവോ ഹാസോ മാറി വരില്ല. എന്ത് തന്നെ യൂസ് ചെയ്യണം? ഷുഡ് ഹാവ് എന്ന് തന്നെ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ അതിന് ശേഷം ഉപയോഗിക്കുന്ന വേർബ് എന്തായിരിക്കണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് യൂസ് ചെയ്യുന്നത്. വേർബിൻ്റെ തേർഡ് ഫോം. നമുക്കറിയാം ഹാവ് എവിടെ യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ വേർബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന്. യു ഷുഡിൻ ഹാവ് ഗോൺ. നീ പോകരുതായിരുന്നു എന്നാണ് പറയുന്നത്. യു ഷുഡിൻ ഹാവ് ഗോൺ. അപ്പോൾ നീ പോകണമായിരുന്നു എന്നിപ്പോൾ നമ്മളൊരു കാര്യത്തിന് പോയില്ല. അപ്പോൾ പറയണം നീ പോകണമായിരുന്നു എന്ന് നിങ്ങൾ പറയണം. നീ പോകണമായിരുന്നു. പോകണമായിരുന്നു പറയുമ്പോൾ അവിടെ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണല്ലേ? അപ്പോൾ യു ഷുഡ് ഹാവ് ഗോൺ എന്നാണ് പറയുക. നീ പോകണമായിരുന്നു. യു ഷുഡ് ഹാവ് ഗോൺ. അവൻ പോകണമായിരുന്നു. ഹീ ഷുഡ് ഹാവ് ഗോൺ. അപ്പോൾ ഞാനാണെങ്കിൽ ഐ ഷുഡ് ഹാവ് ഗോൺ. ഞാൻ പോകണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്തിന് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമേ ഉള്ളൂ നമ്മുടെ സംഭാഷണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും